സാറ് തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഇതൊരു പ്രത്യാശയുടെ സുവിശേഷമാണ്. സങ്കടങ്ങൾ മാത്രം പറഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതത്തെ എഴുതുന്നതിൽ കാര്യമില്ല. ഈ ക്രൈസ്തവ മൂല്യങ്ങളിൽ ഊന്നി നിൽക്കുക എന്ന് പറഞ്ഞാൽ സമ്പന്നമായ മാനവികതയിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഇല്ലായ്മയിൽ നിന്ന് വന്ന് നമുക്ക് എല്ലാ സാധ്യതകളും ഉണ്ടായി. നെയിമിങ് ആൻഡ് ഷെയ്മിങ് അത് ഇപ്പോഴത്തെ ഒരു ആത്മകഥാ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് വളരെ തെറ്റാണ്. അത് ക്രൈസ്തവമല്ല എന്നുള്ളത് അവിടെ നിന്നോട്ടെ. അത് മനുഷ്യത്വരഹിതമാണ്. അതിൻ്റെ ആവശ്യമില്ല. ഒരു മെത്രാൻ്റെ കാര്യം ഞാനിതിൽ പറയുന്നുണ്ട്. അദ്ദേഹം അന്ന് ചെയ്തത് തെറ്റായിരിക്കാം, അല്ലെങ്കിൽ പക്ഷെ അദ്ദേഹം ഒരു കാലത്തിൻ്റെ റിസൾട്ടാണ്. അപ്പം നമുക്ക് അദ്ദേഹത്തെ വിധിച്ച് അദ്ദേഹം മോശമായിരുന്നു, അയാൾ ദുഷ്ടനായിരുന്നു, അങ്ങനെയൊന്നും പറയാനല്ല ഇത്. ഇന്നത്തെ എന്നെ സൃഷ്ടിക്കുന്നതിൻ്റെ ശരി തുടക്കം സെന്റ് ജർമൻസ് കോളേജിലാണ്. അപ്പോൾ അന്ന് ആ പിതാവ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനാവും. അപ്പൊ ശരിക്കും ആ പിതാവും എന്റെ കൽപ്പരണിയിൽ വെള്ളം നിറച്ചയാണ്. പരിക്കുകൾ പോലും നമുക്ക് ആണ്. ഈ പരിക്കുകൾ നമ്മളെ തള്ളിയിടാൻ വേണ്ടി ആളുകൾ ചെയ്തതാണ് എന്ന് ചിന്തിച്ചാൽ നമുക്കൊരു പ്രതികാരവും ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടൊരു സുഖവും ഒക്കെ കിട്ടും. അതിൽ കാര്യമില്ല. യഥാർത്ഥത്തിൽ എല്ലാം സുഖമായാലും അത്ര നല്ലതല്ല. എല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് വരുന്നു എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിയാൽ നമുക്ക് ഒരു ഗ്രേസോട് കൂടി എഴുതാൻ പറ്റും. ദൈവത്തിന്റെ പദ്ധതിയാണ്. എന്നെ ആരും നോക്കിയില്ല, എന്നെ ഇവരെല്ലാം ദ്രോഹിച്ചതേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചാലും വിഷമിക്കുന്ന ഒരു മനുഷ്യൻ നമ്മൾ സഹായിക്കില്ല. നമ്മളൊരു ദോഷയ്ക്ക് ദൃക്കായി തീരുക. പക്ഷേ അങ്ങനെ ഒരു കാഴ്ചപ്പാടല്ല എനിക്കുള്ളത്. സാധാരണ ആത്മകഥകളിലൊക്കെ അല്ലെങ്കിൽ ആത്മകഥാ കുറിപ്പുകളിലൊക്കെ ഞാൻ പടവെട്ടി നേടിയതാണ് ജീവിതം, മീൻസ് ഐ എം എ സിംഗിൾ അല്ലെങ്കിൽ സെൽഫ് മെയ്ഡ് മാൻ എന്നൊക്കെയുള്ള നിലയിലുള്ള വളരെ വലിയ പരാമർശങ്ങളൊക്കെ കാണാറുണ്ട്. ഞാൻ എൻ്റെ ജീവിതം പടവെട്ടി യുദ്ധം ചെയ്ത് നേടിയതാണ്, ഇന്ന് കാണുന്നതൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണെന്നൊക്കെയുള്ള സംഭാഷണങ്ങൾ മനുഷ്യർ പറയാറുണ്ട്. സത്യത്തിൽ അതൊന്നും പ്രസക്തമല്ലാതാണ് ബാബു സാർ ഈ പുസ്തകത്തിലൂടെ അല്ലെ പടവെട്ടുമൊക്കെ ചെയ്യണം. പക്ഷെ അത് എൻ്റെ തന്നെ നേട്ടം, ഞാൻ തന്നെ പിടിച്ചെടുത്തു എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു ചെറിയ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ സാധിക്കുമായിരിക്കാം. പക്ഷെ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി വൗച്ച് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. നന്ദികുന്നേൽ മേരി 3ാം ക്ലാസ്സിൽ 3ാം പാഠം വരെ പള്ളിക്കൂടത്തിൽ പോയിട്ടുള്ളൂ. ആ ഒരു സ്ത്രീക്ക് അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ സംവിധാനങ്ങളോടും പടവെട്ടി ഞങ്ങളെ വളർത്താൻ സാധിക്കണമെങ്കിൽ വേശ്യ എന്ന് പോലും വിളിക്കുന്ന ഒരു സമൂഹത്തോട് എൻ്റെ ദൈവത്തോട് മാത്രം എനിക്ക് കണക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് മക്കളെ വളർത്തുന്ന, ത്യാഗം സഹിക്കുന്ന, കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ, അവർക്ക് അവരുടെ ദൈവത്തിൽ മാത്രമുള്ള ദൈവം തന്ന ഒരു ക്യാൻസർ വന്ന് മരിക്കാൻ തുടങ്ങുമ്പോഴും അവർ 53ാം വയസ്സിൽ മരിക്കാൻ തുടങ്ങുമ്പോഴും ദൈവത്തെ കുറ്റപ്പെടുത്തത്തില്ല. അവർ 4 മണിക്കേറ്റ് ഒരു കരിസ്മാറ്റിക്കും ഇല്ലാത്ത കാലഘട്ടത്തിലും ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ നമ്മൾ വളർന്നു വന്ന സാഹചര്യം കൊണ്ടാവാം എനിക്കെന്താണെങ്കിലും ഇത് ഞാൻ തന്നെ നേടിയതാണെന്ന് പറയാൻ എനിക്കൊരു കുറ്റബോധമോ അല്ലെങ്കിൽ എനിക്കതിന് പറ്റത്തില്ല. അങ്ങനെ ഒരു ബോധ്യമൊന്നും എനിക്കില്ല. എൻ്റെ ബോധ്യം എന്ന് പറയുന്നത് എൻ്റെ ദൈവം എന്നിൽ ആളുകൾ കോരി നിറച്ച വെള്ളം, എൻ്റെ അമ്മയടക്കമുള്ളവർ കോരി നിറച്ച വെള്ളത്തെ, സിസ്റ്റർ ആനിപ്പോൾ അടക്കം, ജോസച്ചനടക്കം, അങ്ങനെ കുറേ മനുഷ്യരുണ്ട്. ആ നല്ല മനുഷ്യർ കോരി നിറച്ച വെള്ളം ഇനി ദ്രോഹിച്ചവർ നിറച്ച വെള്ളവും ചേർത്ത് ഈ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി എന്ന് വിശ്വസിക്കുന്നതിൻ്റെ ഒരു കാരണം, ഈ വീഞ്ഞ് ഇവിടെ തീരുന്നില്ല. കോരി നിറയ്ക്കൽ ഈ 51ാം വയസ്സിന് ശേഷവും തുടരുക. നമ്മൾ അസ്തമിക്കുവോളം നമ്മളുടെ കൽഭരണികൾ നിറയ്ക്കുന്നുണ്ട് ആരെങ്കിലുമൊക്കെ. തീർച്ചയായിട്ടും. അപ്പോൾ മാത്രമല്ലേ നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റൂ. ഇത് കാലിയായാൽ ആർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വഴിക്കാണ് നമ്മളുടെ സഞ്ചാരം. ഈ നന്ദികുന്നേൽ മേരി തീർച്ചയായിട്ടും ഇതിലെ ഒരു ശക്തിയായ കഥാപാത്രമാണ്. മക്കൾക്ക് വേണ്ടി ജീവിച്ചു മരിച്ചൊരമ്മ. പക്ഷെ ഒരു അമ്മയെ അതിഭാവുകത്വത്തോടു കൂടി വർണ്ണിച്ച് ഒരു അമ്മക്കഥയാക്കാൻ വേണ്ടിയിട്ടല്ല ബാബു സാർ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. പക്ഷെ അമ്മ തീർച്ചയായും ഒരു സാന്നിധ്യവുമാണ്. എന്താണ് ബാബു സാറിന് ഈ അമ്മയെ ഓർക്കുമ്പോഴും അമ്മയെക്കുറിച്ച് എഴുതുമ്പോഴും അല്ലെങ്കിൽ അമ്മ ഈ കഥയിൽ മുഖ്യ കഥാപാത്രമായിരിക്കുമ്പോഴും തോന്നുന്ന കാര്യമില്ല? അമ്മയെ നമ്മൾ ഒരിക്കലും ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് അതൊരു പോയാൽ വായനക്കാർ ഇത് സ്വീകരിക്കുകയല്ലായിരുന്നു. കൃത്യം അവരെന്തായിരുന്നു, അമ്മയുടെ കുറവുകളൊക്കെ കാണിച്ചാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇളയ കുട്ടിയെ ഒരാൾ പറഞ്ഞു ഒരു തേങ്ങ മോഷ്ടിച്ചു എന്ന് പറയുമ്പോഴേക്കും അരിവാളിൻ്റെ മാട് കൊണ്ടടിക്കുന്നത് വളരെ ക്രൂരമാണ്. അപ്പോൾ നമുക്ക് വേണേൽ അതൊക്കെ ഒഴിവാക്കായിരുന്നു. അന്നേരത്തിന് അമ്മ ചൂട് സെയിൻലി ആയി മാറും. നമ്മൾ ഇതിനകത്തൊരു വിശുദ്ധയായ മേരിയല്ല, ചിലരൊക്കെ കന്യാമാതാവാണെന്നും വിശുദ്ധയായ ഒരു മേരിയാണെന്നൊക്കെ പറഞ്ഞു. അതൊന്നും അല്ല ഇതിനകത്ത്. ഒരു സാധാരണ കർഷക ഗ്രാമത്തിലെ കൂലിപ്പണിക്കാരിയായ ഒരു കുറവുകളുള്ള ഇംപെർഫെക്ഷൻസ് ഉള്ള
ഒരു സ്ത്രീയാണ് മേരി. നമ്മൾ ഈ പ്രത്യാശയുടെ സുവിശേഷം എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയവർക്ക് പിന്നെ സുവിശേഷം വേണ്ട, അവർ മാലാക്കന്മാരാണെന്നോ അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്ത ആളുകളാണെന്ന് പറയും. ഈ കർത്താവ് പറഞ്ഞ പോലെ ഈ ഈ രോഗികളെ തേടിയാണ് ഞാൻ. അപ്പൊ അങ്ങനെ ആവുമ്പോ മേരിയുടെ കുറവുകളോട് കൂടിയാണ് മേരി അവതരിപ്പിക്കുന്നത്. അപ്പോ ആ മേരി എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഒരു പ്രതീകമാണ്. കുറവുകളുള്ളവര്, തെറ്റ് ചെയ്യുന്നവര്, ദേഷ്യം പിടിക്കുന്നത്, വഴക്കുണ്ടാക്കുന്നത്, ചീത്ത പറയുന്നത്, പക്ഷേ കഠിനാധ്വാനം ചെയ്യുന്നത്, നല്ല ഈശ്വര വിശ്വാസമുള്ളത്. കാരണം അവര് ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാതെ അവരൊരു കാര്യവും ചെയ്യില്ല. അപ്പോൾ നമ്മളൊക്കെ ഒരു കോംപ്രമൈസ് ഒക്കെ എന്തെങ്കിലും അതിനൊരു ഇതുണ്ട്, ഇപ്പം ഈ ആഴ്ച പോകണ്ടെന്ന്. പക്ഷെ അവർക്കത് പറ്റത്തില്ല. അവർ ആ കുളിച്ച് നീണ്ട മുടിയൊക്കെ അഴിച്ചിട്ട് വേറെ ആഭരണമൊന്നുമില്ല, അവരുടെ രാജാവിനെ കാണാൻ പോകും. അങ്ങനെ ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവർക്കത് പോയില്ലെങ്കിൽ അവർക്ക് ആ വരുന്ന ആഴ്ചത്തെ ഫൈറ്റ് അവർക്ക് നടത്താൻ പറ്റില്ല. ഓരോ ദിവസവും ഓരോ ഫൈറ്റാണ്. അപ്പോൾ അവർ അവരുടെ കൽപ്പരണി അവർ നിറച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാ. അവർക്ക് ഒഴിച്ചു കൊടുക്കാൻ ആരുമില്ല. അവർക്ക് ഒടേതമ്പരാൻ മാത്രമേ അവരുടെ കൽപ്പരണി നിറയ്ക്കുന്നുള്ളൂ. അവരുടെ കൽപ്പരണി വെള്ളം നിറയ്ക്കുന്നതും അതിനെ വീഞ്ഞാക്കുന്നതും ഒക്കെ അവരുടെ കർത്താവാണ്. നമുക്ക് ഒഴിച്ചു തരാനൊക്കെ ഈ മേരിയും വേറെ ആളുകളും എല്ലാം ഉണ്ടായില്ലേ, അപ്പൊ കർത്താവ് അതിനെ വീഞ്ഞാക്കിക്കൊള്ളു. അപ്പൊ മേരി എന്ന് പറയുന്ന ഒരു സാധാരണ സ്ത്രീയാണ്. എല്ലാവരെയും പോലെ പണിയെടുക്കുകയും വഴക്കുണ്ടാക്കുകയും കൊതിയുത്തും ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അവർക്കും അസാധാരണത്വം എന്ന് പറഞ്ഞാൽ മകനിൽ പൂർണ്ണമായും വിശ്വസിച്ചു എന്നുള്ളതാണ്. ദൈവം എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കോളും എന്നൊരു ബോധ്യം മേരിക്കുണ്ട്. ഈ മേരിയുടെ മകനിനുള്ള വിശ്വാസത്തിന് പോലും മറ്റൊരു തലമുണ്ട്. എൻ്റെ ഒടേതമ്പരാൻ എൻ്റെ മക്കളെ കൈവിടത്തില്ല, നിനക്കിത് പറ്റുമെന്ന് അമ്മ പറയുന്നത് ദൈവം നോക്കിക്കോളും എന്നുള്ള ഉറപ്പിലാണ്. അതാണ് അവരുടെ വിശ്വാസവും. അത് ശരിക്കും നമ്മുടെ മക്കളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നു. അങ്ങനെയാണ് എൻ്റെ യൂറോപ്പിൽ ജനിച്ച മക്കൾക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സന്തോഷം. അവർക്ക് ഇപ്പോൾ എൻ്റെ പിള്ളേർക്ക് ഒരു 18 വയസ്സ് വരെ എല്ലാ ഞായറാഴ്ചയും ഞങ്ങളുടെ കൂടെ പള്ളിയിൽ വരണമെന്ന് ഞങ്ങൾ നിർബന്ധം പിടിക്കാറുണ്ട്. 18 വയസ്സ് കഴിഞ്ഞ് വേണം. എൻ്റെ മൂത്ത മകന് 19.5 വയസ്സായി, 20 ആകാൻ പോവുക. അപ്പോൾ അവനിപ്പോൾ എല്ലാ ഞായറാഴ്ചയായിട്ട് നിങ്ങൾ റെഡി ആയോ എന്ന് ചോദിക്കും. അപ്പോൾ വിട്ടു പോകാത്തത് എനിക്ക് തോന്നുന്നത് അവനതിലൊരു ഉറപ്പുണ്ട്. എൻ്റെ രണ്ടാമത്തെ മകന് ഇടയ്ക്ക് പറയും ഈ ഞായറാഴ്ച ഞാൻ വരുന്നുണ്ട്, പക്ഷെ നമുക്കറിയാം അവൻ്റെ ഒരു ദൈവവിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. അത് അവരിൽ ഒരു പ്രത്യാശ, അല്ലെങ്കിൽ ഈ എന്തിനാ പള്ളി പോകുന്നത്, പള്ളി പോയില്ലേലും കാണത്തില്ല, അതെനിക്കറിയത്തില്ല. പക്ഷെ വീട്ടിലും ഉണ്ടാവും, ഇവിടെ ഉണ്ട്, നമ്മൾ സംസാരിച്ചിരിക്കുന്നിടത്ത് എല്ലാം ഉണ്ട്. പക്ഷെ ഈ പള്ളിയിൽ പോകുമ്പോഴുണ്ടല്ലോ അവരുമായിട്ടൊരു കണക്ഷൻ ഡീപ്പായിട്ട് വരും. നിരന്തരം ആ ബന്ധത്തിൽ നമുക്ക് തുടരാനായിട്ട് കഴിയും. അപ്പം നമ്മൾ ഈ പിള്ളേരെയൊക്കെ കൂട്ടിയിരുത്തി എന്തിനാണ് ഒരു 10 മിനിറ്റ് അല്ല 5 മിനിറ്റ് ഒക്കെ വൈകുന്നേരം പ്രാർത്ഥിക്കുന്നുള്ളൂ, അതെങ്കിലും ചെയ്യുവാണല്ലോ ഗുണമെന്ന് പറഞ്ഞാൽ ഈ പിള്ളേർക്ക് ഡിപ്രസ്ഡ് ആകാതെ. ഈ എന്താണെന്ന് ചോദിച്ചാൽ ചെറിയ പ്രശ്നം വരുമ്പോൾ നീ ജയിക്കുമോ അല്ലെങ്കിൽ ഇന്ന കാര്യം നടക്കുമോ എന്ന് ഓർക്കുമ്പോഴേക്കും ഇവരൊക്കെ പ്രാർത്ഥിക്കുന്നത് നമുക്കാണ്. നമ്മൾ പറയാത്ത തന്നെ ഇവിടെ അതൊരു അടിമത്വമല്ലേ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഇല്ലായ്മയല്ലേ എന്നൊക്കെ ഇച്ചിരി ബുദ്ധിജീവികളായ ആളുകൾ ചോദിക്കും. ഞാൻ ബുദ്ധിജീവി അല്ലാത്തത് കൊണ്ട് എനിക്കത് കുഴപ്പമില്ല. ഇത് ഒരു ഇന്റലക്ച്വൽ സൈഡിൽ നിന്ന് നോക്കിയാൽ പോലും അതൊരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ട്. അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്. ദൈവം നടത്തിക്കോളൂ എന്നുള്ളൊരു ധാരണയുള്ളപ്പോൾ ഒത്തിരി സ്ട്രെസ്ഫുൾ ആയിട്ട് ഈ വിഷാദങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ളൊരു സാധ്യത പോലും ഉണ്ടെന്നുള്ളതാണ്. അത് ഈ ക്രൈസ്തവമായ പെർസ്പെക്റ്റീവിൽ നിന്ന് ഞാൻ പറയുന്നു. ഇവർക്കത് ഹൈന്ദവമായിട്ടുള്ള പെർസ്പെക്റ്റീവിലും ഇസ്ലാമികമായിട്ടുള്ള പെർസ്പെക്റ്റീവിലും എല്ലാം ഇത് സാധ്യമാണ്. അപ്പം ചോദിച്ചു ഞാൻ മതങ്ങളെ പ്രൊപ്പോസ് ചെയ്യാനോ പ്രൊമോട്ട് ചെയ്യാനോ അതൊന്നും അല്ലെന്ന്. ഇത് ഇറ്റ്സ് ഓൾ അബൌട്ട് എ സ്പിരിച്വൽ ലൈഫ്. വീണു പോകില്ല എന്നുള്ള നമ്മളുടെ ആ ഒരു ബോധ്യം, വീണു പോയാലും പിടഞ്ഞെണീക്കാം എന്നുള്ള ഒരു ഉറപ്പ്, അതെല്ലാം ഈ സ്പിരിച്വാലിറ്റി നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വിട്ടുപോകുന്ന കാര്യങ്ങളാണ്. അത് നമുക്കൊരു മെൻ്റലായിട്ടുള്ള കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ താല്പര്യം അങ്ങനെയാണ്. അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇതാണ്. പൊതുവിൽ അത് വലിയ മോശപ്പെട്ട സാധനം അല്ല എന്നാണ് കരുതുന്നത്. തീർച്ചയായിട്ടും. അവസാനമായിട്ടുള്ള ഒരു ചോദ്യം, ഒരുപാട് പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ കമ്പിളികണ്ണത്തെ കൽഭരണികൾ വായിക്കുകയും പ്രതികരിക്കുകയും റീലിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, പോസ്റ്റുകളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ക്യാമ്പസുകളിലൊക്കെ പോകുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണം സാറിന് കിട്ടുന്നുണ്ട്. എൻ്റെ കുട്ടികൾ തന്നെ, എൻ്റെ സ്റ്റുഡൻസ് തന്നെ പലരും വായിച്ചിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയും. ഇപ്പോൾ പുതിയ തലമുറ ഒരുപാട് വായിക്കുന്നു, നമ്മൾ അവരെ വായനയിൽ നിന്ന് അകലുന്നു, ജെൻസി ഭയങ്കര മോശമാണെന്നൊക്കെയാണ് പൊതുവെ അങ്ങനെയൊക്കെയുള്ളൊരു വീക്ഷണം പറയുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ പറയുന്നിടത്തും വളരെ സ്വീകരിക്കപ്പെടുന്ന ഒരു പുസ്തകമായിട്ട് ഇത് മാറും. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇവരുടെ സമീപനത്തെക്കുറിച്ചുള്ള
ഒരു ഒരു വ്യത്യസ്തമായ സങ്കല്പം സാറിനുണ്ട്, അതൊന്ന് സൂചിപ്പിക്കണം. രണ്ട്, ഈ കുഞ്ഞുങ്ങളിലുള്ള ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് സാറിന് പ്രത്യാശയുണ്ടോ? അല്ലെങ്കിൽ അവരിലും ഇതിലേക്കും ഇത്തരം പ്രത്യാശയുടെ സുവിശേഷം എത്തുമെന്നും നാളെ അവരുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള എന്താണ് വീഞ്ഞു നിറയ്ക്കപ്പെടുമെന്ന ബോധ്യത്തിലേക്ക് അവർ വളരുമെന്നും അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ട്? ഉണ്ട്. കാരണം ഈ പുസ്തകം എഴുതിയത് പോലും അതിനകത്തെ ആമുഖത്തിൽ പറയുന്ന പോലെ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ മക്കൾക്ക് എവിടെ നിന്ന് നമ്മൾ വന്നു, എന്താണ് ഭൂതകാലം, അപ്പോൾ അത് പഴംപുരാണമാണോ എന്നൊരു ചോദ്യോടെ ഉണ്ട്. പഴംപുരാണമല്ല, നമ്മളിത് ചരിത്രത്തെ അവലോകനം ചെയ്യുന്നത് ഭാവിയിലേക്ക് തികഞ്ഞ ബോധ്യത്തോടു കൂടി തലയുയർത്തി നീങ്ങാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഈ ഭൂതകാലത്തെ ഭൂതങ്ങളെയും ഭൂതകാലത്തിൽ നമ്മൾ കണ്ടുമുട്ടിയ പ്രതീക്ഷയുടെ നക്ഷത്രങ്ങളെയും നമ്മൾ അവലോകനം ചെയ്യുന്നത് അല്ലെങ്കിൽ കോറിയിടുന്നത് ഭാവിയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ കാലൊന്നു വഴുതിയാലും ഏറ്റു നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് ഉറപ്പിച്ചു പോകാനായിട്ടാണ്. കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും കൂടുതൽ നല്ലതായിട്ട് മുന്നേറാനായിട്ട് സാധിക്കും. ഈ ഇപ്പം നമ്മളുടെ ഈ പുസ്തകം കമ്പളികണ്ഠത്തെ കൽഭരണികൾ ഒരു ജൂലൈ മാസം വരെ കൂടുതൽ 80s കിട്ടും. അതുവരെ ഒരു 7 പതിപ്പൊക്കെ 2 മാസം കൊണ്ട് ആയിരുന്നു. ആ 2 മാസം കൊണ്ട് 7 പതിപ്പാകുമ്പോഴേക്കും 80s കിഡ്സ്, 70s, 60s അവരാണ് ഇത് വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അതങ്ങ് മാറിയിട്ട് എല്ലാ ജനറേഷനുമാണ്. ഒരു പകുതിയിലേറെ പേര് 90s കിഡ്സും ജെൻസിയാണ് വായിക്കുന്നത്. അപ്പം അത് അവർക്ക് പറ്റില്ല, അല്ലെ ഇവരിത് വായിക്കില്ല എന്നുള്ള, പിള്ളേർ വായിക്കുകയില്ല എന്നാണ് പറയുന്നത്. പിള്ളേർ റീല് കാണുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ അത് അവരെക്കുറിച്ചുള്ള വളരെ വികലമായ ഒരു ധാരണയാണ്. നമ്മൾ കൊടുക്കുന്ന സാഹിത്യ സൃഷ്ടികൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണോ എന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ അവതരിപ്പിക്കുന്ന ചിന്തകൾ അവരുടെ ഭാഷയിലാണോ? നമ്മൾ അവരോട് മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങൾ അവരുടെ സ്വാഭാവികമായ ഡെവലപ്മെന്റിനെ കൂടി പരിഗണിച്ചുകൊണ്ടാണോ? അല്ലെന്ന് ഒരു ചിന്ത എനിക്കുണ്ട്. അതുകൊണ്ടാണ് സ്വീകരിക്കപ്പെടാത്തത്. കമ്പളികണ്ഠത്തെ കൽഭരണികൾ എന്ന് പറയുന്നത് അവരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന വളരെ ലളിതമായ ഭാഷയിലാണ്. പക്ഷെ വളരെ ആഴപ്പെട്ട ചില ജീവിത ചിന്തകളാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് തോന്നുന്നത് ഒരു ഓർമ്മകഥയാണ്, ആത്മകഥ മാത്രമാണ്. അതിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത് തികഞ്ഞ മാനവികതയെക്കുറിച്ചാണ്. അപരനെ സ്നേഹിക്കാൻ, കൈ കൊടുക്കാൻ, പിടിച്ചു നടത്താൻ, വീണു പോകേണ്ട കാര്യമില്ല. ഇനി വീണാലും അത് വലിയ പ്രശ്നമൊന്നുമല്ല, ഏക്കാൻ നമുക്ക് പറ്റുമല്ലോ. ഇത് നമ്മൾ പോകുന്നതെല്ലാം ഈ തെന്നുന്ന വയൽവരമ്പുകളിലൂടെയാണ്, വീഴുന്നത് ചേറിലേക്കാണ്. അന്നേരം തന്നെ നമ്മൾ ഡിപ്രസ്ഡ് ആവുകയാണ്. അത് കുട്ടികളും അങ്ങനെയാണ്. കാരണം അവർക്ക് ബോധ്യം കൊടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ പറയും പിള്ളേരെല്ലാം ഫോണെ തൂണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ 70s കിഡ്സും 60s കിഡ്സും ഒക്കെ ഇത് തോണ്ടിക്കൊണ്ടായിരിക്കുന്നത്. അപ്പം ഈ 80s കിഡ്സും ഒക്കെ. അപ്പം ഈ തോണ്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ഉണ്ട്. അവനവൻ്റെ തലത്തിലുള്ള തോണ്ടലാണെന്നേ ഉള്ളൂ. അതവിടെ നിൽക്കപ്പോലും എന്ത് കൊടുത്താലാണ് അവർ വായനയിലേക്ക് വരിക? ചിലപ്പോൾ നമ്മളത് പിന്നീട് ഓഡിയോ ബുക്കൊക്കെ ആയാൽ ഇതിലും കൂടുതൽ പേര് വരും. അതിലേക്കൊക്കെ ചിന്തിക്കുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് അവരുടെ അഭിരുചികൾ നോക്കണം. ഓരോ കാലത്തും മുൻ തലമുറക്കാർ ഈ നമ്മളുടെ ചെറുപ്പകാലത്ത് നമ്മുടെ കാരണന്മാരൊക്കെ പറയാറില്ലായിരുന്നോ, ഇവര് ഈ പുതിയ തലമുറ ശരിയല്ലെന്ന്. ആ ഒരു പറച്ചിൽ മാത്രമേ ഇപ്പോഴുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ ടെക്നോളജി, മൂവ്മെന്റ്, മീഡിയ ഒക്കെ വന്നതുകൊണ്ട് പിള്ളേർ ഡൈനമിക്കും ഒക്കെ ആണെന്നേ ഉള്ളൂ. പക്ഷെ ഈ പുസ്തകം എനിക്ക് കാണാൻ പറ്റിയത് 20 ആഴ്ച കൊണ്ട്, 21 ആഴ്ച കൊണ്ട് ഇപ്പോൾ 26ാമത്തെ എഡീഷനാണ് ഇത് പോയിരിക്കുന്നത്. അപ്പം അത് ഇപ്പോഴത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മലയാളത്തിലെ പുസ്തക വിൽപ്പനയുടെ ലോകത്ത് അതൊരു അത്ഭുതമാണെന്നാണ് ഇവരൊക്കെ പറയുന്നത്. എനിക്കറിയില്ല, എനിക്ക് മുമ്പുള്ള അറിയില്ല. അത് ഈ പിള്ളേരിത് വായനയിലേക്ക് കടന്നപ്പോഴാണ് അവരെത്ര നല്ല സുന്ദരമായിട്ടാണ് ഇതിനെ അവലോകനം ചെയ്യുന്നത്. നമ്മളൊന്നും കാണുന്ന കാഴ്ചപ്പാടുകളില്ല. അവർ പറയുന്നത് അച്ഛനും അമ്മയൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പറയുമ്പോഴേക്കും അവർ പറയുന്നത് ഞങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന ഒരു സമയത്ത് ഞങ്ങളെ കുറ്റപ്പെടുത്താനായിട്ടാണ് അവരുടെ കഷ്ടപ്പാടുകൾ പറയുന്നത്. ഒരു ഷൂ വേണം എന്ന് പറയുമ്പോൾ അവർ പറയും നിന്റെ പ്രായത്തിൽ ഞാൻ വള്ളിച്ചെരുപ്പിൽ പോയതാണ് എന്ന് പറഞ്ഞാൽ നിന്റെ പ്രായത്തിൽ ഞാൻ വള്ളിച്ചെരുപ്പിൽ പോകാൻ കാരണം നീയാണ് എന്നൊരു ധ്വനി അതിലുണ്ട്. അതങ്ങ് മാറ്റിവെച്ചിട്ട് അവരോട് സംസാരിക്കാൻ, സംവദിക്കാനൊന്നും നമ്മൾ തയ്യാറാകാറില്ല. എനിക്ക് തോന്നുന്നത് അവരുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് കമ്പളികണ്ഠത്തെ കൽഭരണികളും പറയുന്നത്. പക്ഷേ അത് അവരെ അങ്ങ് ചേർത്ത് പിടിച്ചിട്ട് അവരുടെ ഭാഷയിലാണ് പറഞ്ഞത്. ഇവിടെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ലല്ലോ. കുറ്റപ്പെടുത്തൽ നിർത്തിയാൽ തന്നെ ഈ ജനറേഷൻ തമ്മിലുള്ള സ്നേഹം കൂടും. ഞാൻ പല കോളേജുകളിൽ ഇവിടെ വന്നിട്ട് ഈ 5 ദിവസമായിട്ട് ഞാൻ 2 കോളേജുകളിൽ പോയി.
ഈ 2 കോളേജ്, ഒന്ന് തിരുവനന്തപുരത്താണ് ഓൾ സെയിൻസ് കോളേജ്, ഒന്ന് സേക്രഡ് ഹാർട്ട് കോളേജ് തേവര. ഈ 2 കോളേജുകളിലും കുട്ടികൾ 18, 19, 20 വയസ്സിലുള്ള കുട്ടികളാണ്. കുറച്ച് റിസർച്ചേഴ്സ് ഓൾ സെയിൻസിലുണ്ടായിരുന്നു. എന്നിരുന്നാലും മെജോറിറ്റി 18, 19, 20 വയസ്സ്. അവരെല്ലാം എത്ര ഔട്ട് ഗോയിങ് ആണ്, എത്ര റിസപ്റ്റീവാണ് ആ കുട്ടികൾ. അവരെ മനസ്സിലാക്കുന്നില്ല എന്നൊരു പരാതി കൂടി ആ കുട്ടികൾക്കുണ്ട്. തീർച്ചയായിട്ടും അവരെ നമ്മൾ അഡ്രസ് ചെയ്താൽ ചെയ്യുന്നില്ല, മാത്രമേ അവരുടെ പ്രതികരണവും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവുള്ളൂ. ആ കുട്ടികൾ എന്ന് പറയും, നമ്മൾ എന്നോട് ടീച്ചേഴ്സ് തന്നെ മുൻകൂർ ജാമ്യം എടുത്ത് പറയും, അവരെ ഒരു അരമണിക്കൂറൊക്കെ അറ്റൻറ്റീവ് ആയിട്ട് ഇരുത്താൻ പറ്റത്തില്ല കേട്ടോ സാറേ. അത് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഇരുത്തിക്കോളാം. 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞാണ് ഈ പരിപാടി തീരുന്നത് 2 കോളേജിലും. ആ പിള്ളേരൊക്കെ എന്നെ കൂളാണ്, അവർ കണ്ണു പറിക്കാതെ നമ്മൾ പറയുന്നതിലും ചെയ്യുന്നതിലും. കാരണം എനിക്ക് അവരോട് സംബന്ധിക്കാനായിട്ട് ഞാൻ എൻ്റെ മക്കളോട് സംസാരിക്കുന്ന പോലെയാണ് അവരോട് സംസാരിക്കുന്നത്. ഈ വീഞ്ഞായി മാറിയ വെള്ളം നമ്മളിലുണ്ടെങ്കിൽ സ്നേഹത്തോടു കൂടി മാത്രമേ സംവദിക്കാനാവൂ. സ്നേഹത്തോടു കൂടി. ഈ ക്രിസ്തു പഠിപ്പിച്ചതും ഒരൊറ്റ സാധനമുള്ളൂ, സ്നേഹിക്കുക എന്നുള്ളതാണ്. ആ സ്നേഹിക്കുന്നത് നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണ്. അത് വേറെ ആരെയും പോലെ, മെത്രാനെ പോലെ നീ മറ്റുള്ളവരെ സ്നേഹിക്കുക, പള്ളിയിലച്ഛനെ പോലെ സ്നേഹിക്കുക, കൈക്കാരനെ പോലെ സ്നേഹിക്കുക എന്നല്ല. ക്രിസ്തു പറഞ്ഞ് നിന്നെ പോലെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെയാണ്. അപ്പം എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ ഒരു ചായ ഗ്ലാസ്സിൽ ഫുള്ളായിട്ട് ഇരിപ്പുണ്ടല്ലേ സാർ ചോദിച്ചാൽ എനിക്ക് പകർന്നു തരാൻ പറ്റുള്ളൂ. എം ടി ആയ ക്ലാസ്സിൽ നിന്നൊന്നും തരാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞതുപോലെ കുട്ടികളോട് സ്നേഹത്തോടു കൂടി നമ്മൾ അവരുടെ ഭാഷയിൽ സംസാരിക്കണം. എന്നാൽ ചില സമയങ്ങൾ നമുക്ക് കലി വരുമ്പോൾ നമ്മൾ ശാന്തമാകണം. നമ്മുടെ തലത്തിലേക്ക് അവരെ ഇറക്കിക്കൊണ്ടുവരാൻ നോക്കാതെ, കാരണം അവരല്ലേ മുമ്പോട്ട് പോകുന്നത്. നമുക്ക് അന്നേരം അവരുടെ ഇതിലേക്ക് ചെന്ന് കുറേയൊക്കെ അവരുടെ ഭാഷ പഠിച്ച് അവരെ ഒന്ന് മനസ്സിലാക്കി, ഓക്കെ എടാ ഇത് എനിക്ക് കിട്ടുന്നില്ല, അല്ലെ മോളെ എനിക്കത് അങ്ങനെ പറ്റുന്നില്ല, എങ്കിലും ഓക്കെ ആണ് പൊക്കോളൂ എന്ന് പറയാൻ നമുക്ക് സാധിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഈ വീഞ്ഞ് സ്നേഹമായി പുറത്തേക്ക് പോവുക. അന്നേരം ഈ പിള്ളേർ തിരിഞ്ഞ് നമ്മളിൽ വീഞ്ഞ് നിറയ്ക്കാൻ തുടങ്ങും. അന്നേരം നമ്മൾ ഹാപ്പിയാവും. നമുക്ക് എന്നെ വേണ്ടതന്നെ, നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. പിള്ളേരെ കുറിച്ച് ആകുലപ്പെടാതിട്ട് യഥാർത്ഥത്തിൽ നമുക്കവരെ വിശ്വസിക്കാൻ പറ്റും. നമ്മൾ അവരെ ഒരു സസ്പീഷ്യസ് ആയിട്ടാണ് നോക്കുന്നത് ഈ പുതിയ ജനറേഷനെ. അതാദ്യം നിർത്തണം. അത് നോർമലാണ്, ഇപ്പോഴത്തെ കാലം ഇങ്ങനെയാണ്, അവരൊരു പുതിയ തലമുറയാണ്. അപ്പം തന്നെ ആറ്റിറ്റ്യൂഡ് മാറുകയാണ്. തീർച്ചയായിട്ടും കമ്പിളികണ്ടത്തെ കൽഭരണികൾ പറയുന്നത്, കമ്പിളികണ്ഠം എന്ന് പറയുന്നത് ഒരു നന്മയും വരാത്ത എല്ലാ നസ്രത്തിൻ്റെയും എക്സാമ്പിളാണ്. അപ്പം നമ്മൾ എന്നാ പറയുന്നത്, എവിടെ നിന്ന് വരുന്ന ഒരു കുട്ടിക്കും സാധ്യതയുണ്ട്. അപ്പൊ ഇല്ലാതെ ആകുക, ആർക്കും സാധ്യതയുണ്ട്. അപ്പൊ ഈ കുട്ടികളോടോ നമ്മൾ എന്നാ പറയുന്നത്, ഞങ്ങൾ മാത്രമല്ല നല്ലത്, നിങ്ങളും നല്ലതാണ്. നല്ലതാകാനുള്ള സാധ്യതകൾ എല്ലാം ഉള്ളതാണ് എല്ലാവർക്കും. അങ്ങനെ ആയി കഴിയുമ്പോഴേക്കും പഞ്ചാബികൾ നല്ലതല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും നമുക്കറിയത്തില്ലല്ലോ. ബംഗാളി നല്ലതല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. തമിഴ്നാട്ടുകാരൻ കൊള്ളിയല്ലെന്ന് പറയാൻ പറ്റിയല്ലോ. നമുക്ക് അവരെ മനസ്സിലാകുമ്പോഴല്ലേ നല്ലതാണോ ചീത്തയാണോ. അപ്പൊ ഒരു തലമുറ മുഴുവനും അല്ല നല്ലതല്ലാത്തത്. ചിലപ്പോൾ നമ്മുടെ തലമുറയിൽ എന്തേലും ഗുണമില്ലാത്തവങ്ങളുണ്ട്. അതുപോലെ തന്നെ അവരുടെ തലമുറ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്താണ് കാര്യങ്ങൾ പറയുന്നത്. അത് ഭയങ്കര സൂപ്പർഫിഷ്യലാണ്. അത് നിർത്തുക, അത്രേ ഉള്ളൂ. കൂൾ. തീർച്ചയായിട്ടും ബാബു സാറ് വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ വലിയ ദർശനാണ്. ഒരുപക്ഷെ കമ്പിളികണ്ഠത്തെ കൽഭരണികളിൽ അദ്ദേഹം എഴുതാത്ത ജീവിത ദർശനം കൂടി നമ്മളുടെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിച്ചു വളരെ കുറഞ്ഞ സമയം കൊണ്ട്. തീർച്ചയായും ഈ ദർശനങ്ങളെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നമ്മൾ അവനവൻ നിറയാതെ മറ്റുള്ളവർക്ക് പകരാൻ കഴിയില്ല. സ്വയം വീഞ്ഞായി നിറയാനും മറ്റുള്ളവർക്ക് പകരാനും, വീണു പോകുന്നവനെ കൈപിടിച്ച് കയറ്റാനും, തകർന്നു പോകുന്നവനെ താങ്ങാനും, പ്രതീക്ഷ നഷ്ടപ്പെട്ടവന് പ്രത്യാശയുടെ സുവിശേഷമാവാനും നമുക്ക് ശ്രമിക്കാം. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല, പ്രത്യാശയോടെ മുന്നേറാം. തീർച്ചയായിട്ടും ബാബു സാറിൻ്റെ വാക്കുകളും ജീവിതവും പുസ്തകവും എല്ലാം പ്രചോദനാത്മകമാണ്. ആ പ്രചോദനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാ ആശംസകളും സ്നേഹവും ബാബു സാറിന് നേരുന്നു. നന്ദി. താങ്ക് യു. നന്ദി.